ഹലോ, ഇന്ന് ഞാനൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം നമ്മളൊരു സവാളയും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് ചെറിയ രണ്ട് തക്കാളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റുക. എണ്ണ കുറച്ചൊഴിച്ചിട്ട് വഴറ്റുക. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. പൊടി ഐറ്റംസ് നമ്മളിത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പം ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അല്ലാണ്ട് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ തക്കാളി വാട്ടിയ ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് കടുക് വറക്കാം കേട്ടോ. കടുക് വറുത്ത് നമ്മൾ തക്കാളി ചമ്മന്തിയെ റെഡിയാക്കി എടുക്കാൻ പോവാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് നല്ലതുപോലെ കടുക് വറുത്ത് തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയാകും. നമ്മൾ ബാക്കി പിന്നെ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഒരു ദോശയും കൂടെ റെഡിയാക്കാൻ പോവുകയാണേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചമ്മന്തി സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റും എളുപ്പവും നമ്മൾ ഇതുപോലൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. സാമ്പാറും ചമ്മന്തിയും ഒന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലൊരു തക്കാളിയുടെ ചട്നി ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എന്താണ്ട് ഞാനിവിടെ ഒരു ദോശ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേണ്ട നമ്മുടെ ദോശയും തക്കാളി ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.